ഇ.ഡി. കൈക്കൂലി കേസിൽ ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ശേഖർ കുമാർ. കേസുകൾ ഒതുക്കി തീർക്കാൻ പണം ആവശ്യപ്പെട്ടെന്ന വിജിലൻസ് കേസിന് പിന്നാലെ ശേഖർ കുമാറിനെ ഷില്ലോങ്ങിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്നയാണ് ചേരുന്നത്. ഷപ്ന, ഏത് സാഹചര്യത്തിലാണ് ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഉപാധികളോടെയാണോ ജാമ്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, അന്വേഷണവുമായി സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കാനോ മറ്റ് കേസുകളിൽ ഉൾപ്പെടാനോ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശത്തോടെയാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കോഴ ആവശ്യപ്പെട്ടെന്ന പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ. ഇദ്ദേഹം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് PMLA കേസ് ഒതുക്കാൻ ഇടനിലക്കാരൻ വഴി 2 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടു എന്ന് കശുവണ്ടി വ്യവസായിയായ അനീഷ് ബാബു പരാതിപ്പെടുകയും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. ഈ കേസ് വിജിലൻസ് കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. അതോടൊപ്പം തന്നെ കുറഞ്ഞ വിലയ്ക്ക് കശുവണ്ടി വാഗ്ദാനം ചെയ്ത് വ്യാപാരികളിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ ഇഡിയുടെ അന്വേഷണം നേരിടുന്ന ആളാണ് അനീഷ്. അന്വേഷണവുമായി സഹകരിക്കാതെ മുങ്ങി നടക്കുന്ന അനീഷ് ഇഡിക്കെതിരെ മനഃപൂർവ്വം പരാതി നൽകി ഊരാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നത്. ഹർജിക്കാരന്റെയും മറ്റ് 3 പ്രതികളുടെയും കോൾ ഡേറ്റ വിവരങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുമായിരുന്നു വിജിലൻസിന്റെ വാദം. എന്നാൽ കോടതി ഇപ്പോൾ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം എന്ന നിർദ്ദേശത്തോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കോടതിയിൽ അറിയിച്ചത് തന്നെ സഹകരിക്കും. കൂടാതെ ഇഡി ഷില്ലോങ്ങിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു എന്നതായിരുന്നു. ഏതായാലും ഇത്തരം ഉപാധികൾ വെച്ചാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന.